ഹായ്, നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് ആണ്. ആ വാക്ക് കേൾക്കുമ്പം അതൊന്നു തന്നെയല്ലേ, എന്താണ് വ്യത്യാസം എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. നമ്മുടെ 20th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് ആണ്. നെസറലി ആ വാക്കുകൾ തമ്മിൽ ദർ ഈസ് എ ഡിഫറൻസ്. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസം, ഒരു ലിവിങ് തിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ആനിമൽസും പ്ലാന്റ്സും മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രോട്ടോപ്ലാസത്തിൻ്റെ മൂവ്മെൻറ്റ്, സ്ട്രീമിങ് മൂവ്മെൻറ്റ് ഓഫ് പ്രോട്ടോപ്ലാസം ഇൻ യൂണിസെല്ലർ ഓർഗാനിസംസ്, അതുപോലെ തന്നെ സീലിയയുടെ, ഫ്ലജല്ലയുടെ, ടെൻറ്റക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ മൂവ്മെൻറ്റാണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിലെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐലിഡ്സ് മൂവ് ചെയ്യുന്നു, ജോസ്, ലിംസ്, ടങ്, ഇതൊക്കെ മൂവ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് മനസ്സിലായില്ലേ. നമ്മുടെ കൺപീലുകൾ ചലിപ്പിക്കുന്നു, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ നാക്ക് ചലിക്കുന്നു, അതൊക്കെ മൂവ്മെൻറ്റാണ്. അതേസമയം ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കൈകൾ ചലിപ്പിക്കുന്നു, അതും മൂവ്മെൻറ്റാണ്, അതും നെസറലി മൂവ്മെൻറ്റാണ്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. ലോക്കോമോഷനും മൂവ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ലോക്കോമോഷൻ മീൻസ് ഇറ്റ് ഈസ് എ വോളണ്ടറി മൂവ്മെൻറ്റ്സ് റിസൾട്ടിങ് ഇൻ എ ചേഞ്ച് ഇൻ ലൊക്കേഷൻ. അതായത് ലോക്കോമോഷൻ എന്ന് പറയുന്നത് വോളണ്ടറി മൂവ്മെൻ്റാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻ്റാണ്. വോളണ്ടറി എന്ന് പറഞ്ഞതാണ് അക്കോർഡിംഗ് ടു അവർ വിൽ, വിച്ച് ചേഞ്ച് ഇൻ ലൊക്കേഷൻ. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ, അതിനെ ചേഞ്ച് ചെയ്യിക്കുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റിനാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അതേസമയം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഷനാണ്, അതായത് സിംപ്ലി മോഷൻ. പക്ഷേ അത് ആ ഓർഗാനിസത്തിൻ്റെ ലൊക്കേഷനെ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യിക്കണമെന്ന് നിർബന്ധമില്ല. വ്യത്യാസം മനസ്സിലായോ? മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റാണ്. അത് മസിൽ മൂവ്മെൻറ്റ്, മസിൽസിൻ്റെ മൂവ്മെൻറ്റ് ഒരു മൂവ്മെൻറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഇൻറ്റേർണലി നമുക്കറിയാം, നമുക്ക് സ്ട്രയേറ്റഡ്, നോൺ സ്ട്രയേറ്റഡ്, കാർഡിയാക് മസിൽസൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡിയാക് മസിൽസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ, അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്, മസിൽസ് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൊമക്കിൽ ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മസിൽസൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മൂവ്മെൻറ്റ് ഒരു ഓർഗാനിസത്തിൻ്റെ പൊസിഷനെ അല്ലെങ്കിൽ ലൊക്കേഷനെ ഓൾട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് മൂവ്മെൻറ്റ് എന്നാണ്. അതേസമയം വാക്കിംഗ്, റണ്ണിങ്, അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് അല്ലേ, അതും മൂവ്മെൻറ്റ്സ് ആണ്. സർട്ടൺലി ദാറ്റ് ആർ ഓൾസോ മൂവ്മെൻറ്റ്സ്, ബട്ട് ദേ ചേഞ്ചസ് ദീസ് മൂവ്മെൻറ്റ്സ് ചേഞ്ച് ദ ലൊക്കേഷൻ ഓഫ് ആൻ ഓർഗാനിസം. ദാറ്റ് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ലോക്കോമോഷൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് all locomotion are movements, but all movements are not locomotion. Locomotion is a voluntary movement resulting in change in location. Movement can be voluntary or involuntary. It may or may not change the location of organism or position of organism. മനസ്സിലായോ? ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ അത് അക്കോർഡിംഗ് ടു അവർ വിൽ, അതായത് നമ്മുടെ സ്വേച്ഛയോടുകൂടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റാണ്. അതേസമയം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചോ അല്ലാതെയോ ആവാം. അതായത് അക്കോർഡിംഗ് ടു അവർ വിൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് അല്ലെങ്കിലും ആ മൂവ്മെൻറ്റൊക്കെ നടക്കും. അതിനെയാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദർ ഈസ് നെസസറിലി എ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. Then, what is locomotion? Locomotion and movement are interlinked. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ലോക്കോമോഷനെയും മൂവ്മെൻറ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്, ചില സ്ട്രക്ചേഴ്സ് മൂവ്മെൻറ്റിന് മാത്രമുള്ളതല്ല. ഇപ്പോൾ പാരമീസത്തിൻ്റെ ആണെങ്കിൽ സീലിയ ഹെൽപ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ സൈറ്റോഫാരിങ്സ് ഇൻ ദ ആസ് ആൻഡ് ഓൾസോ ഇൻ ദ ലോക്കോമോഷൻ. നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുള്ളതാണ്. ഇപ്പോൾ പാരമീസ്യത്തിൽ സീലിയ എന്ന് പറയുന്നതാണ് അതിൻ്റെ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ്. സീലിയ പക്ഷേ
ഫുഡിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ഈ ഫുഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് ആ പാരമീസിയത്തിൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ ഫുഡിൻ്റെ മൂവ്മെൻറ്റിനും സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് സീലിയ. അപ്പോൾ സീലിയ ഹെൽപ്സ് ഇൻ ബോത്ത് മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. സോ ദീസ് ടു വേർഡ്സ്, ദാറ്റ് ഈസ് മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ ആർ ഇൻ്റർലിങ്ക്ഡ്. നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഹൈഡ്രയുടെ ടെൻറ്റക്കിൾസ്, അത് പ്രേ ക്യാപ്ചറിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കോമോഷനും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലിംസൊക്കെ ആണെങ്കിൽ നമ്മുടെ ലിംസ്, അതായത് ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ്, കൈയും കാലുകളും, അത് നമ്മൾ മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ ലോക്കോമോഷനും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. വെറുതെ മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഓർഗാനിസം ഇപ്പം ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട് എൻ്റെ കൈ ഒന്ന് മൂവ് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ മൂവ്മെൻറ്റ്. പക്ഷേ ഞാൻ വാക്ക് ചെയ്യുക, റൺ ചെയ്യുക എന്നൊക്കെ ആണെങ്കിൽ അത് ദാറ്റ് ഈസ് എ ലോക്കോമോട്ടറി ആക്ടിവിറ്റി. അപ്പോൾ അതാണ് പറയുന്നത്, നമുക്ക് മൂവ്മെൻറ്റിനെയും ലോക്കോമോഷനെയും വേർതിരിച്ച് പറയാൻ പറ്റില്ല. മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മോഷൻ, അതൊരു ചലിക്കുക, അത്രയാണ് അർത്ഥമുള്ളൂ. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ പൊസിഷന് വ്യത്യാസം വരും. ഇനി ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ ഹ്യൂമൻ ബീങ്സിൽ ഏതൊക്കെ ടൈപ്പ് മൂവ്മെൻറ്റ്സ് ആണ് ഹ്യൂമൻ ബീങ്സിൽ കാണുക? കുറേ ടൈപ്പ് മൂവ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഓർഗാനിസംസ് ചെയ്യുന്നത് ഒന്നുകിൽ ഫുഡ് അല്ലെങ്കിൽ ഷെൽട്ടർ, മെയ്റ്റ്, സ്യൂട്ടബിൾ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്, ഫേവറബിൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ, എസ്കേപ്പ് ഫ്രം എനിമീസ്, പ്രിഡേറ്റേഴ്സ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലോക്കോമോഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി നടക്കുന്നത്. ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിയാണ് ലോക്കോമോഷൻ. അതായത് ഒരു പൊസിഷനിൽ നിന്ന് ഒരു ഓർഗാനിസം വേറൊരു പൊസിഷനിലേക്ക് പോകണമെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ കൺസിഡർ ചെയ്ത് ബാക്കിയുള്ള ഓർഗാനിസിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവർ ഫുഡിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷണം തേടിയിട്ട്, അല്ലെങ്കിൽ മെയ്റ്റിനെ തേടിയിട്ട്, മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഷെൽട്ടർ, അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അതല്ലെങ്കിൽ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടിന് വേണ്ടി. ചില ഓർഗാനിസംസൊക്കെ, ഇപ്പോൾ ചില ഫിഷസൊക്കെ കടലിൽ നിന്ന് കായലിലേക്ക് ബ്രീഡിങ്ങിന് വരും, ചില ഫിഷസ് നേരെ തിരിച്ചും, അപ്പോൾ ബ്രീഡിങ് ഗ്രൗണ്ട്സിന് വേണ്ടിയിട്ട്. പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ചില ഓർഗാനിസംസ് മൈഗ്രേറ്റ് ചെയ്യില്ലേ, മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ ഇല്ലേ, അതൊക്കെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച്. അതുപോലെ എസ്കേപ്പ് ഫ്രം എനിമീസ്, പ്രെഡേറ്റേഴ്സ് അല്ലേ. ഒരു പുലി ഓടിക്കുമ്പോൾ മാൻ നെസറലി ചേഞ്ചസ് ഇറ്റ്സ് ലൊക്കേഷൻ, ദാറ്റ് ഇസ് എ ലോക്കോമോഷൻ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലോക്കോമോഷൻ സാധാരണഗതിയിൽ ഓർഗാനിസംസ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടുള്ളത് അമീബോയിഡ് മൂവ്മെൻറ്റ്സ്, സീലിയറി മൂവ്മെൻറ്റ്സ് ആൻഡ് മസ്കുലർ മൂവ്മെൻറ്റ്സ്. അമീബോയിഡ് മൂവ്മെൻറ്റ്സ്, ciliary movements and muscular movements. Amoeboid movements means this kind of movement is brought about by pseudopodia. Pseudopodia അല്ലെങ്കിൽ കപടപാദങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ. അതായത് സ്യൂഡോ മീൻസ് ഫാൾസ്, പോഡിയ മീൻസ് ലഗ്സ് ഓർ ലോക്കോമോട്ടറി ഓർഗൻസിനെയാണ് പോഡിയ എന്ന് പറയും. അപ്പോൾ ഫാൾസ് ലഗ്സ് ആണ് സ്യൂഡോപോഡിയ. അപ്പോൾ ല്യൂക്കോസൈറ്റ്സിലും മാക്രോഫേജസിലും ഒക്കെ ദേ ആർ WBCs. ല്യൂക്കോസൈറ്റ്സ്, മാക്രോഫേജസ് എന്നൊക്കെ പറഞ്ഞാൽ WBC ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ WBC, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബ്ലഡ് സെൽസ് ആണ് ല്യൂക്കോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജസ് ഒക്കെ. അപ്പോൾ അതിൽ സ്യൂഡോപോഡിയ ഫോംഡ് ബൈ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം സ്ട്രീമിംഗ് നടത്തി, അതായത് പ്രോട്ടോപ്ലാസം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് എന്ത് സംഭവിക്കും, സ്യൂഡോപോഡിയ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ മാക്രോഫേജസ് ആർ അതർവൈസ് നോൺ ആസ് ബിഗ് ഈറ്റേഴ്സ്. മാക്രോഫേജസിനെ നമ്മൾ ബിഗ് ഈറ്റേഴ്സ് എന്നൊക്കെ വിളിക്കും. മാക്രോഫേജസിനെ അതുപോലെ തന്നെ മോണോസൈറ്റ്സിനൊക്കെ അത് എൻഗൾഫിങ് ഓഫ് ഫുഡ് ചെയ്യുന്നതാണ്, എൻഗൾഫിങ് ഓഫ് പാത്തജൻ, ഫുഡല്ല പാത്തജൻ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത്. അപ്പോൾ ബ്ലഡ് വെസൽസിൽ കൂടി ഈ പറയുന്ന ബ്ലഡ് സെൽസിൻ്റെ മൂവ്മെൻറ്റ് അതൊക്കെ സഹായിക്കുന്നത്, അതൊക്കെ ബൈ അമീബോയിഡ് മൂവ്മെൻറ്റ്. സ്യൂഡോപോഡിയ ഫോംഡ് ബൈ ദ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം. സൈറ്റോസ്കെലറ്റൽ എലിമെൻറ്റ്സ് ലൈക്ക് മൈക്രോഫിലമെൻറ്റ്സ് ഓൾസോ ഹെൽപ്പ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്. അതിനെയാണ് അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ, ബ്ലഡ് സെൽസൊക്കെ ബ്ലഡിൽ കൂടി സഞ്ചരിക്കുക, അല്ലെങ്കിൽ ആ ല്യൂമനിൽ കൂടി ബ്ലഡ് വെസൽസ് കൂടി സഞ്ചരിക്കുക, അതിനാണ് അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ
സെൽ എൻഗൾഫിങ് അതിനൊക്കെ സഹായിക്കുന്നത് ഈ അമീബോയിഡ് മൂവ്മെൻറ്റാണ്. നമ്മൾ പറഞ്ഞില്ലേ WBC ആൻറ്റിജൻസ് ഒക്കെ വരുമ്പോൾ, ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ പാർട്ടിക്കിൾസ്, പാത്തജൻസ് വരുമ്പോൾ WBC എന്ത് ചെയ്യും, അത് എൻഗൾഫ് ചെയ്യും. ഫാഗോസൈറ്റോസിസ് എന്ന് പറയും. ആ പ്രോസസ്സിനൊക്കെ സഹായിക്കുന്നത് ഈ അമീബോയിഡ് മൂവ്മെൻറ്റ്. ദെൻ കംസ് ദ സീലിയറി മൂവ്മെൻറ്റ്. ഇറ്റ് ഈസ് ബൈ സീലിയ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സീലിയ എവിടെയാണ് കാണുന്നത്? ട്രക്കിയയിൽ കാണുന്നുണ്ട്, അതുപോലെ ഒവിഡക്റ്റിൽ കാണുന്നുണ്ട്. ട്രക്കിയയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ഫോറിൻ സബ്സ്റ്റൻസസ്. ട്രക്കിയയിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം കണ്ടില്ലേ? സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ മൂവ്മെൻ്റ് ആയിരിക്കും. നമ്മൾ അതിനു മുമ്പ് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ എപ്പിത്തീലിയം പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ട്രക്കിയയിലാണെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ കൂടി ഉള്ളിലേക്ക് എടുക്കപ്പെടുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് അതിനെ ട്രാപ്പ് ചെയ്യുക. അതിന് സീലിയ ഹെൽപ്പ് ചെയ്യും, റിമൂവ് ഫോറിൻ പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒവിഡക്റ്റിലാണെങ്കിൽ ഓവം റിലീസ് ചെയ്യപ്പെട്ടാൽ ഒവിഡക്റ്റിൽ നിന്ന് ഓവം ഹാസ് ടു മൂവ് ടുവേർഡ്സ് ദ യൂട്രസ്. ഫെർട്ടിലൈസ് ചെയ്താൽ യൂട്രസിലേക്ക്, ഫെർട്ടിലൈസ് ചെയ്തപ്പെട്ടില്ലെങ്കിൽ ആംപുള്ള ഇസ്മസ് ജംഗ്ഷനിലേക്ക്. അത് നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഓവത്തിൻ്റെ മൂവ്മെൻറ്റ് അതിനെ സഹായിക്കുന്നതും ഈ പറയുന്ന സീലിയറി മൂവ്മെൻറ്റാണ്. നെക്സ്റ്റ് കംസ് ദ മസ്കുലാർ മൂവ്മെൻറ്റ്. മസ്കുലാർ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ബൈ മസിൽസ്. നമുക്കറിയാം എന്തൊക്കെയാണ് മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, ടങ്, ജോ, ഇതൊക്കെ മൂവ് ചെയ്യുന്നത് മസ്കുലാർ മൂവ്മെൻറ്റ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അമീബോയിഡ് മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ് ആൻഡ് മസ്കുലർ മൂവ്മെൻറ്റ്. അമീബോയിഡ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കിയേ. ബൈ സ്യൂഡോപോഡിയ ഫോംഡ് ബൈ ദ സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം. സൈറ്റോസ്കെലറ്റൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനാണ് ഈ കാണിക്കുന്നത്. നോക്കിയേ, ഇപ്പോൾ ഒരു ബാക്ടീരിയ വന്നാൽ വൈറ്റ് ബ്ലഡ് സെൽ എന്ത് ചെയ്യും? അതിന് ചുറ്റും അതിൻ്റെ സ്യൂഡോപോഡിയ ലൈക്ക് സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്ന് ആ ബാക്ടീരിയൽ സെല്ലിനെ അല്ലെങ്കിൽ ഒരു ഫോറിൻ സെല്ലിനെ എൻഗൾഫ് ചെയ്യും. ദാറ്റ് പ്രോസസ് കോൾഡ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡിങ് ഓഫ് സ്യൂഡോപോഡിയ. എങ്ങനെയാണ് സ്യൂഡോപോഡിയ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം എന്നാണ് ഈ പറയുന്നത്. അതുപോലെ സൈറ്റോസ്കെലറ്റൽ എലമെൻറ്റ്സ് ഒക്കെ സഹായിച്ചിട്ട് എങ്ങനെയാണ് പ്രോട്ടോപ്ലാസം സ്ട്രീമിംഗ് മൂവ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി സീലിയറി മൂവ്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രക്കിയയുടെ ഇന്നർ സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ദിസ് വിൽ ട്രാപ്പ് ദ ഫോറിൻ പാർട്ടിക്കിൾസ്. ആൻഡ് ഓൾസോ ഇൻസൈഡ് ദ ഫെലോപ്പിയൻ ട്യൂബ്. നോക്കിയേ, ഫെലോപ്പിയൻ ട്യൂബിൽ ഇങ്ങനെയാണ് ഓവം. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഒക്കെ സീലിയാണ്. ആ സീലിയയുടെ മൂവ്മെൻറ്റ് വഴി ഓവം മൂവ് ചെയ്യാണ്. ഓവം ഇസ് നോൺ മോട്ടൈൽ വെൽ സ്പേംസ് ആർ മോട്ടൈൽ. സ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടൈലാണ് ഓവം എന്ന് പറയുന്നത്. ഓവം ഫീമെയിൽ ഗെമേറ്റാണ്, സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗെമേറ്റാണ്. അപ്പോൾ സ്പേം മോട്ടൈലാണ് വൈൽ ഓവം ഇസ് നോൺ മോട്ടൈൽ. ഈ നോൺ മോട്ടൈലായിട്ടുള്ള ഓവം ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടാൽ ആ റിലീസ് ചെയ്യപ്പെട്ട ഓവം മൂവ് ചെയ്ത് ഒവിഡക്റ്റിലെ ആംപുള്ള ഇസ്തമസ് ജംഗ്ഷൻ എന്ന് പറയുന്ന പോയിന്റിലെത്തണം. ദാറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. ആൻഡ് ഇഫ് ദ ഓവം ഇസ് ഫെർട്ടിലൈസ്ഡ്, ഓവം ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടാൽ ആ ഫെർട്ടിലൈസ്ഡ് ഓവം ഹാസ് ടു മൂവ് ടുവേർഡ്സ് ദ യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ. ആ ഫെർട്ടിലൈസ്ഡ് ഓവം എങ്ങോട്ടെത്തണം? യൂട്രസിലേക്ക് എത്തണം. എന്തിനു വേണ്ടിയിട്ട്? ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കാൻ ഓവം സെൽഫ് മോട്ടൈൽ അല്ല. അപ്പോൾ ആ മൂവ്മെൻറ്റിന് സഹായിക്കുന്നതാണ് ദ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഇൻസൈഡ് ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഓക്കെ, നിങ്ങൾ അടുത്ത കൊല്ലം അതിൻ്റെ ഒരു ആനിമേഷൻ വെച്ചൊക്കെ ഞാൻ കാണിച്ചു തരാറുണ്ട്. അടുത്ത കൊല്ലം കാണിച്ചു തരാം എങ്ങനെയാണോ ഓവം മൂവ് ചെയ്യുന്നതെന്ന്. ഫെലോപ്പിയൻ ട്യൂബിലുള്ള ഉള്ളിലുള്ള സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ മസ്കുലർ മൂവ്മെൻറ്റ്സ് ബൈ മസിൽസ്. മൂവ്മെൻറ്റ് ഓഫ് ലിംസ്, ടങ്, ജോ എക്സെട്ര നമുക്കറിയാം മസിലിൻ്റെ മൂവ്മെൻറ്റ്സ്. ഇനി വേറെയും മൂവ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. സ്പേമിന് മൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പേമാണ്, നേരത്തെ പറഞ്ഞില്ലേ മെയിൽ ഗെമേറ്റാണ്. മെയിൽ ഗെമേറ്റിന് മൂവ് ചെയ്യാൻ പറ്റും. അതിനൊരു ടെയിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ ടെയിൽ ലൈക്ക് സ്ട്രക്ചർ വഴിയാണ് ഇത് മൂവ് ചെയ്യുക. ആ ടെയിലിൻ്റെ ബീറ്റിംഗ് മൂവ്മെൻ്റാണ്. സ്പേമിന് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രക്ചറാണ് സ്പേം എന്ന് പറയുന്നത്. സ്പേം ഇസ് മോട്ടൈൽ. ഫ്ലെജല്ലാർ മൂവ്മെൻറ്റ് ഹെൽപ്സ് ഇൻ
ഫ്ലജല്ലേറ്റഡ് ടെയിലാണ് സ്പേമിൻ്റെ. ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ സ്വിമ്മിങ് ഓഫ് സ്പെർമറ്റോസോവ, മെയിൻ്റനൻസ് ഓഫ് വാട്ടർ കറൻറ്റ് ഇൻ ദ കനാൽ സിസ്റ്റം ഓഫ് സ്പോഞ്ചസ് ആൻഡ് ഇൻ ലോക്കോമോഷൻ ഓഫ് പ്രോട്ടോസോവൻസ് ലൈക്ക് യൂഗ്ലീന. യൂഗ്ലീനയിലെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതും അതുപോലെ സ്പോഞ്ചസിലെ കനാൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കണ്ടതാണ്. വാട്ടർ കനാൽ സിസ്റ്റം സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിനൊക്കെ സഹായിക്കുന്നത് ഈ ഫ്ലജല്ലാർ മൂവ്മെൻ്റാണ്. അത് ഹ്യൂമൻ ബീങ്സിലും കാണുന്നുണ്ട് ഇൻ കേസ് ഓഫ് സ്പേംസ്. ദെൻ കംസ് ദ ഹ്യൂമൻ മസ്കുലർ സിസ്റ്റം. ഇത്രയും തരം പറഞ്ഞ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്? Locomotion means it is a voluntary process and it is the change in position, while movement is non-voluntary. Movement can be voluntary or non-voluntary. It is not essentially results in the change of position. It is also may or may not results in the change in position. That is why all locomotions are movements, but all movements are not locomotion. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. ഇനി ലോക്കോമോഷന് കുറേ എക്സാമ്പിൾസൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് പരമീസിയം, ഹൈഡ്ര, അതിലൊക്കെയുള്ള ലോക്കോമോഷനാണ്. എങ്ങനെയാണ്, അതായത് മൂവ്മെൻറ്റിനെയും ലോക്കോമോഷനെയും നമുക്ക് ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ കാണാൻ പറ്റില്ല. ദേ ആർ ഇൻ്റർലിങ്ക്ഡ്. എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ലിംസ് നമുക്ക് നമ്മുടെ ലിംസ് കൊണ്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതേസമയം ലോക്കോമോഷനും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാരമീസിയത്തിൻ്റെ സീലിയ അത് ഫുഡ് ക്യാപ്ചറിനും സഹായിക്കുന്നുണ്ട്, അതേസമയം ലോക്കോമോഷനും സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹൈഡ്രയുടെ ടെൻറ്റക്കിൾസ്, അത് ഫുഡ് ക്യാപ്ചറിനല്ല, പാരമീസിയത്തിൻ്റെ ഫുഡിൻ്റെ മൂവ്മെൻറ്റിന്. ഹൈഡ്രയുടെ ടെൻറ്റക്കിൾസ് ഇതൊക്കെ ലോക്കോമോഷനും മൂവ്മെൻറ്റിനും സഹായിക്കുന്നതാണ്. Then types of movement in human beings: amoeboid movement, ciliary movement, muscular movement. Amoeboid movement കാണിക്കുന്നത് സ്യൂഡോപോഡിയാണ്, സ്ട്രീമിങ് ഓഫ് പ്രോട്ടോപ്ലാസം വഴി. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ബ്ലഡ് സെൽസ് ആണ്. ദെൻ സീലിയറി മൂവ്മെൻറ്റ് കാണിക്കുന്നത് സീലിയ, ട്രക്കിയയിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം അല്ലെങ്കിൽ ഒവിഡക്റ്റിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയം. ദെൻ മസ്കുലർ മൂവ്മെൻറ്റ്സ് മസിൽസ് കൊണ്ട് നമുക്കറിയാവുന്നതാണ്. പിന്നെ സ്പേംസ് ആണെങ്കിൽ ദേ ഷോസ് എ പെക്യൂലിയർ മൂവ്മെൻറ്റ്, ദറ്റ് ഈസ് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്. സ്പേമിന് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ ടെയിൽ. അത് നമ്മൾ സ്പേമിൻ്റെ സ്ട്രക്ചറൊക്കെ നെക്സ്റ്റ് ഇയറിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ദെൻ ഇനിയാണ് മസിൽസ് എന്ന് വരുന്നത്. മസ്കുലർ സ്ട്രക്ചേഴ്സ്, ഹ്യൂമൻ മസ്കുലർ സിസ്റ്റം, ഹ്യൂമൻ മസ്കുലേച്ചർ എങ്ങനെയാണെന്ന്. ഇറ്റ് ഇൻക്ലൂഡ്സ് മസിൽസ് വിച്ച് ആർ മീസോഡേമൽ ഇൻ ഒറിജിൻ. അതായത് ഇതിൽ മസിൽസ് ആണുള്ളത്. ദീസ് മസിൽസ് ആർ മീസോഡേമൽ. നമുക്കറിയാം എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറഞ്ഞ 3 എംബ്രിയോണിക് ജേം ലെയേഴ്സ് ഉണ്ട്. ഫ്രം ദീസ് 3 എംബ്രിയോണിക് ജേം ലെയേഴ്സ് ഓൾ ദ ഓർഗൻസ് ആൻഡ് ഓർഗൻ സിസ്റ്റംസ് അറൈസ്. അത് നമ്മൾ പഠിച്ചതാണ്. ഏത് ചാപ്റ്ററിൽ? നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ, ആനിമൽ കിങ്ഡം. ദെൻ മസിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 40 to 50% ഓഫ് ദ ബോഡി വെയ്റ്റ്. മസിൽസ് ആണ് 40 to 50% ബോഡി വെയ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മസിൽസിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. എക്സൈറ്റബിലിറ്റി, ദേ ആർ എക്സൈറ്റബിൾ. കോൺട്രാക്റ്റിലിറ്റി, ദേ ആർ കോൺട്രാക്റ്റിംഗ്. എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള സ്ട്രക്ചേഴ്സാണ് മസിൽസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി. എക്സൈറ്റ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻസ് ചെയ്യാൻ പറ്റും. എക്സൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആക്ടിവേറ്റ് ചെയ്യുക, കോൺട്രാക്റ്റ് ചെയ്യുക, മസിൽ കോൺട്രാക്ഷൻ നടത്തുക. പിന്നെ എക്സ്റ്റെൻസിബിലിറ്റി, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇലാസ്റ്റിക് ആയിരിക്കും. ഇങ്ങനെ കുറേ എന്താ പറയുക പെക്യൂലിയാരിറ്റീസ് ഉള്ള ടിഷ്യൂസാണ് മസിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് മസിൽ ടിഷ്യൂസ് ആർ എ ടൈപ്പ് ഓഫ് ടിഷ്യൂസ്. ഇനി മസിൽസ് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ലോക്കോമോഷൻ, അതിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണത് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, മസിൽ കോൺട്രാക്ഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മസിൽസിനെ ജനറലി 3 സബ് ഡിവൈഡ് ചെയ്യും. നമ്മൾ കണ്ടിട്ടുള്ളതാണത്. സ്കെലിറ്റൽ മസിൽ, വിസറൽ മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. സ്കെലിറ്റൽ മസിൽ, വിസറൽ മസിൽ, കാർഡിയാക് മസിൽ.
സ്കെലിറ്റൽ മസിൽസ് ആർ അതർവൈസ് നോൺ ആസ് നമ്മൾ പഠിച്ചതാണ് എന്തായിരുന്നു സ്ട്രയേറ്റഡ് മസിൽ ഓർ വോളണ്ടറി മസിൽസ്. ദെൻ വിസറൽ മസിൽസ് ആർ അതർവൈസ് നോൺ ആസ് നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ഓർ സ്മൂത്ത് മസിൽസ്. ഇനി എന്താണ് അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് നോക്കാം. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദീസ് 3 kinds ഓഫ് മസിൽസ്? നോക്കിയേ, ഫസ്റ്റ് വൺ ഇസ് ദ സ്കെലിറ്റൽ മസിൽ. സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ പേര് കേട്ടാൽ തന്നെ അറിയാം, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്കെലിറ്റൽ സിസ്റ്റം. ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത മസിൽസിനെയാണ് നമ്മൾ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ദീസ് മസിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് സ്ട്രയേഷൻസ്. ഈ മസിൽസിന് സ്ട്രയേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ദേ ആർ വോളണ്ടറി. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് അല്ലേ, നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്ത മസിൽസിനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണത് വോളണ്ടറി മസിൽസ് ആണെന്ന് പറയുന്നത്. അതിൽ ധാരാളം ബ്ലഡ് സപ്ലൈ, റിച്ച് ബ്ലഡ് സപ്ലൈ ആണ്. കാരണം നമ്മുടെ സ്കെലിറ്റൽ മസിൽസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന, സ്കെലിറ്റൽ മസിൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിന് സ്ട്രെനുവസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ റിലാക്സേഷൻ ആവശ്യമായിട്ട് വരും പല സമയം. സോ ഇറ്റ് ഈസ് റിച്ച് ഇൻ ബ്ലഡ് സപ്ലൈ. അതുകൊണ്ട് അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ വളരെ റിച്ച് ആയിരിക്കും. അത് പ്രൈമറി ആയിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ലോക്കോമോട്ടറി ആക്ഷൻസിനാണ്. ലോക്കോമോട്ടറി ആക്ഷൻസിനും ഓൾസോ ചേഞ്ച് ഇൻ പോസ്ചർ, ബോഡിയുടെ പോസ്ചർ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലോക്കോമോഷൻ, അതിനൊക്കെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. സ്കെലിറ്റൽ മസിലിൻ്റെ ഒരു എൻലാർജ് വ്യൂ ഒക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് സ്ട്രയേഷൻസ് പോലെ തോന്നുന്നുണ്ട് അല്ലേ, വരകൾ പോലെ സ്ട്രൈപ്ഡ് അപ്പിയറൻസ് അല്ലേ, അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് സ്ട്രയേറ്റഡ് മസിൽസ്. നമ്മളിത് പഠിക്കും, എന്താണ് സാർക്കോലമ്മ, മയോഫൈബ്രൽ, അതൊക്കെ നമ്മൾ പഠിക്കും. ദ മസിൽ ഫൈബർ ഇസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് മീൻസ് നമ്പർ, സാധാരണ ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് എന്നുള്ള കേസാണ്. ഇവിടെ അങ്ങനെയല്ല, മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസമാണ്. അതിനെ സിൻസീഷ്യൽ സൈറ്റോപ്ലാസം എന്ന് പറയും. ആ കണ്ടീഷനെ സിൻസീഷ്യം എന്നാണ് പറയുക. അവിടെ ധാരാളം മൈറ്റോകോൺട്രിയ ഉണ്ടാവും. എനർജി സപ്ലൈയിങ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈറ്റോകോൺട്രിയ എസ് എ സെൽ ഓർഗനൽ, ഒരു കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. എനർജി സപ്ലൈ ആണ് മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ. അപ്പോൾ സ്കെലിറ്റൽ മസിൽസിൻ്റെ ഫങ്ഷൻ, സ്കെലിറ്റൽ മസിൽസ് ആർ അറ്റാച്ച്ഡ് ടു ദ സ്കെലിറ്റൽ സിസ്റ്റം. സ്ട്രയേഷൻസ് ആർ പ്രസൻറ്റ്, ദേ ആർ വോളണ്ടറി ഇൻ ആക്ടിവിറ്റി, റിച്ച് ബ്ലഡ് സപ്ലൈ ഉണ്ടാവും, അതുപോലെ തന്നെ കൂടുതൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവും. ദെൻ സിൻസീഷ്യൽ സൈറ്റോപ്ലാസമാണ് കാണുന്നത്, അതായത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ് ഇവിടെ കാണുന്നത്. ഫെറ്റീഗ് മസിൽസ് ആണ്, അതായത് ഒരു പരിധിയിൽ കൂടുതലത് ആക്റ്റീവായാൽ ദേ അണ്ടർഗോ ഫെറ്റീഗ്, വീക്കാവും, മസിൽ വീക്ക്നെസ്, അല്ലെങ്കിൽ കുറച്ച് കണ്ടിന്യൂസ് സ്ട്രെനുവസ് ആക്ടിവിറ്റിയിൽ കൂടി ഫെറ്റീഗ് ആവുന്ന മസിൽസാണ് ഈ സ്ട്രയേറ്റഡ് മസിൽസ്. ദെൻ കംസ് ദ വിസറൽ മസിൽസ്. വിസറൽ ഓർ സ്മൂത്ത് മസിൽസ് അത് കാണുന്നത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ലൈനിങ്ങിലാണ്. അതായത് വിസറൽ ഓർഗൻസ്, ഇൻറ്റേർണൽ ഓർഗൻസിനെ പറയുന്ന പേരാണ് വിസറൽ ഓർഗൻസ് എന്ന്. ഹിയർ സ്ട്രയേഷൻസ് ആർ ആബ്സെൻറ്റ്. നോക്കിയേ, സ്ട്രയേഷൻസ് ഇവിടെ നമുക്ക് ശരിക്കും സ്ട്രയേഷൻസ് പോലെ കാണാൻ പറ്റും. സ്ട്രൈപ്ഡ് അപ്പിയറൻസ് ആണ്, വരകൾ പോലെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് വരകൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, വരകൾ പോലെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊസിഷനും കാണിച്ചിട്ടുണ്ട്. എവിടെയാണ് കാണിച്ചിരിക്കുന്നത്? സ്റ്റൊമക്കിൻ്റെ വാൾസിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ലെയർ മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ്, സീറോസ, ഇങ്ങനെയാണ് ലെയേഴ്സ് വരുന്നത്. ഓർമ്മയുണ്ടോ? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് ആൻഡ് സിറോസ. ആ മസ്കുലാരിസിലുള്ള മസിൽസാണ് ഈ പറയുന്ന വിസറൽ മസിൽസ് അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ്. അവിടെ ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും. അത് ഫെറ്റീഗ്, അതായത് ഒരു ക്ഷീണം, അത് ഇൻവോളണ്ടറി ആണ്. നമ്മുടെ വിൽ ആൻഡ് വിഷിനോടനുസരിച്ചല്ല അത് ആക്ട് ചെയ്യുന്നത്. അത് ഫെറ്റീഗ്, ഒരിക്കലും ഒരു ഫെറ്റീഗ് എന്നുള്ള അവസ്ഥ, ക്ഷീണാവസ്ഥയിലേക്ക് പോവില്ല. ഓൾസോ ദേ ആർ യൂണി ന്യൂക്ലിയേറ്റഡ്. അത് ക്ലിയർ ആയിട്ട് കാണാം, ദേ ആർ യൂണി ന്യൂക്ലിയേറ്റഡ്. പിന്നെ അതിൽ ഓരോ സെൽസും ടേപ്പറിങ് അറ്റ് ബോത്ത് എൻഡ്സ് അല്ലേ. നോക്കിയേ, ഓരോ സെൽസും 2 അറ്റവും കൂർത്തിരിക്കുന്ന ഒരു സ്ട്രക്ചേഴ്സാണ്. ഇങ്ങനെയാണ് നോൺ സ്ട്രയേറ്റഡ് മസിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫ്യൂസിഫോം എന്നൊക്കെ പറയും ഈ ഷേപ്പിന്. ഓൾസോ ലെസ് മൈറ്റോകോൺട്രിയയും കുറവായിരിക്കും. ദെൻ കംസ് ദ കാർഡിയാക് മസിൽസ്.
കാർഡിയാക് മസിൽസ് ഫൗണ്ട് ഓൺലി ഇൻ ഹാർട്ട് വാൾ. കാർഡിയാക് എന്ന് കേട്ടാൽ തന്നെ അറിയാം ഹാർട്ട് വാളിൽ കാണുന്നതാണ്. സ്ട്രയേഷൻസ് ഉണ്ട്. ദേ ആർ ഇൻവോളണ്ടറി. ദെൻ റിച്ച് ഇൻ ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലാണ്. നോൺ ഫറ്റീഗ്, ഒരിക്കലും ഫറ്റീഗ് ഉണ്ടാവില്ല. യൂണിന്യൂക്ലിയേറ്റഡ്, മോർ മൈറ്റോകോൺട്രിയ. ഇതാണ് കാർഡിയാക് മസിൽസ്. ഇനി എൻ്റെ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. സ്കെലറ്റൽ മസിൽ, വിസറൽ മസിൽ, കാർഡിയാക് മസിൽ. സ്കെലറ്റൽ മസിൽ എവിടെയാണ് കാണുന്നത്? അറ്റാച്ച് ടു ദ സ്കെലറ്റൽ സിസ്റ്റം, ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ്. വിസറൽ മസിൽസോ, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് സീൻ ഇൻ ദ വാൾസ് ഓഫ് internal organs or visceral organs. Cardiac muscle, as the name indicates, it is seen in heart walls. ആ മൂന്ന് ക്യാരക്ടർ എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. എന്തുകൊണ്ടാണ്? ആ പേരിൽ തന്നെയുണ്ട് ഈ മസിൽസ് എവിടെയാണ് കാണുന്നതെന്ന്, അല്ലേ? അപ്പോൾ കമ്പാരിസൺ പറയുമ്പോൾ അവരുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമില്ല. കാരണം ആ പേരിൽ തന്നെയുണ്ട് ആ മസിൽസ് എവിടെയാണ് കാണുന്നതെന്ന്. പിന്നെ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്ട്രയേഷൻസ് ഉണ്ട്. വിസറൽ മസിൽസിന് സ്ട്രയേഷൻസ് ഇല്ല, നമ്മൾ കണ്ടതാണ്. കാർഡിയാക് മസിൽസിന് സ്ട്രയേഷൻ ഉണ്ട് കേട്ടോ. സ്ട്രയേഷൻസ് ഉള്ള മസിൽസാണ്. കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിസറൽ മസിൽസിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ടാവും, സ്ട്രയേറ്റഡ് മസിലിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ടാവും. അങ്ങനെ ഒരു മിക്സഡ് ക്യാരക്ടറാണ് കാർഡിയാക് മസിലിന്. അതുപോലെ സ്കെലറ്റൽ മസിൽസ് മാത്രമാണ് വോളണ്ടറി. ബാക്കിയൊന്ന് ആലോചിക്കുക. സിമ്പിൾ ലോജിക് കൊണ്ട് നമുക്ക് എഴുതാവുന്ന കുറേ ഡിഫറൻസസ് ആണത്. നമുക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ ഇഷ്ടത്തിന് അനക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ സ്റ്റൊമക്കിലെ മൂവ്മെൻറ്റ്, ചേണിങ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്കെലറ്റൽ മസിൽസ് മാത്രമാണ് വോളണ്ടറി. ദെൻ റിച്ച് ബ്ലഡ് സപ്ലൈ കാണണം സ്കെലറ്റൽ മസിൽസിന്. ഹാർട്ടിലും ബ്ലഡ് സപ്ലൈ ഉണ്ടായാൽ മതിയാവുള്ളൂ. അതേസമയം വിസറൽ ഓർഗൻസിന് അത്രയും ആവശ്യമില്ല. അതുകൊണ്ട് വിസറൽ ഓർഗൻസ് പുവർ ബ്ലഡ് സപ്ലൈ ഉള്ളവരാണ്. അതുപോലെ മസിൽസ് കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ കഴിഞ്ഞാൽ ക്ഷീണമാവുന്നത് സ്കെലറ്റൽ മസിൽസിനല്ലേ. നമ്മുടെ കൈക്കും കാലിനുമൊക്കെ അല്ലേ വേദന എടുക്കുക. അതേസമയം സ്റ്റൊമക്കിലെ മസിൽസോ അല്ലെങ്കിൽ ഹാർട്ടിലെ മസിൽസോ ഫറ്റീഗ് ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് രണ്ടും നോൺ ഫറ്റീഗാണ്. പിന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ്, അത് നമുക്ക് സ്ട്രക്ചർ കാണിച്ചേ കാണാൻ പറ്റുള്ളൂ. സ്കെലറ്റൽ മസിൽസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ബാക്കി വിസറൽ മസിൽസും കാർഡിയാക് മസിൽസും യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ നമുക്കറിയാം റിച്ച് ബ്ലഡ് സപ്ലൈ എവിടെയൊക്കെ കണ്ടോ അവിടെ എനർജി കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ എനർജി കൂടുതലായിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് മൈറ്റോകോൺട്രിയയും കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ മൈറ്റോകോൺട്രിയ എവിടെയൊക്കെ ഉണ്ട്? സ്കെലറ്റൽ മസിലിലും കാർഡിയാക് മസിലിലും. ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ. ഓൾസോ എല്ലാ മൂവ്മെൻറ്റും ലോക്കോമോഷൻ അല്ല, പക്ഷേ എല്ലാ ലോക്കോമോഷനും മൂവ്മെൻറ്റാണ്. നമ്മൾ ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്, ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ്. ഓൾ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈംസ്, ബട്ട് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അതുപോലെ. പിന്നെ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ഇൻ ഹ്യൂമൻസ്: അമീബോയിഡ് മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ്, മസ്കുലാർ മൂവ്മെൻറ്റ്. ദെൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്ലജല്ലേറ്റഡ് മൂവ്മെൻ്റ് ആണ് സ്പേമിൻ്റെ. അതുപോലെ യൂഗ്ലീനയുടെ ഒക്കെ മൂവ്മെൻറ്റ് ഉണ്ട്. ദെൻ ഹ്യൂമൻ മസ്കുലേച്ചർ, മീസോഡേർമൽ ആണ് ഒറിജിൻ. എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി, അതൊക്കെ ഹ്യൂമൻ മസ്കുലേച്ചറിൻ്റെ ക്യാരക്ടേഴ്സാണ്. 3 ടൈപ്സ് ഓഫ് മസിൽസ് എന്തൊക്കെയാണ്? ആ 3 ടൈപ്സ് ഓഫ് മസിൽസ്, അതായത് സ്ട്രയേറ്റഡ്, നോൺ സ്ട്രയേറ്റഡ് ആൻഡ് കാർഡിയാക്. ഈ മസിൽസിൻ്റെയൊക്കെ അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, സ്ട്രയേഷൻസ് ഉണ്ടോ, അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ, ദാറ്റ് ഇസ് വോളണ്ടറി ഓർ ഇൻവോളണ്ടറി, ബ്ലഡ് സപ്ലൈ, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ, മൾട്ടി ന്യൂക്ലിയേറ്റ് ഓർ നോട്ട് യൂണിന്യൂക്ലിയേറ്റ്, എമൗണ്ട് ഓഫ് മൈറ്റോകോൺട്രിയ, ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഈ ടേബിൾ, ഈ ലാസ്റ്റ് കാണുന്ന ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിൽ സൈഡിൽ എഴുതിയെടുക്കുക, എന്നിട്ടത് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമൊക്കെ എഴുതാൻ കിട്ടും. അതുപോലെ ഡയഗ്രാം തന്നാൽ, ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഈ ഡയഗ്രാം കണ്ടതാണ്. അപ്പോൾ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് സ്ട്രയേറ്റഡ് ഓർ നോൺ സ്ട്രയേറ്റഡ് ഓർ കാർഡിയക്, അതും നിങ്ങൾക്ക് അറിയണം. ടെക്സ്റ്റിൽ ഡയഗ്രാം ഇല്ല, അതിന് പകരം ഈ തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്.